ആഴ്ച അപ്പാപ്പന്റെ അമ്മമ്മയുടെ അടുത്ത് പോകാൻ തിരക്കൂട്ടുന്ന ആളാ. ഇന്ന് എന്ത് പറ്റി? ഒന്നുമില്ല അല്ല, എന്തോ ഉണ്ട്. ഞാൻ ഓർക്കുമായിരുന്നു, അപ്പാപ്പന്റെ അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ പഴയ പോലെ ഒരു സന്തോഷം അവർക്കില്ല, എന്തോ സങ്കടം പോലെ. പിന്നെ അവിടെ ചെന്ന മുഴുവൻ സമയം മൊബൈൽ നോക്കിയിരിക്കുന്ന ആൾ അവരുടെ വിഷമം മനസ്സിലാക്കുന്നത്. അത് അമ്മേ, അത് അവരുടെ വിഷമം എന്ന് തോന്നുന്നു. ഞാൻ പഴയതുപോലെ അവരോട് സംസാരിക്കുകയോ അവരുടെ കൂടെ ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഗ്രാൻഡ് പേരൻസിനേക്കുള്ള ഗിഫ്റ്റ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അമ്മയും മോനും ഇതുവരെ റെഡി ആയില്ലേ? അപ്പൊ ഈ ഗിഫ്റ്റ് എവിടെ നിൽക്കട്ടെ? അപ്പൊ അവനും അമ്മച്ചിക്കും വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, അതെന്താണാവോ? കാത്തിരുന്ന് കാണാം. അല്ലേ വേണ്ട, ഈ ഫോൺ ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്ത് പറ്റി? അതൊക്കെ ഉണ്ടപ്പച്ചാ. ഞാൻ അപ്പാപ്പന്റെ അമ്മച്ചിയുടെ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. എന്തിനാവോ ഈ 12-കാരന്റെ ഇത്ര വലിയ ആഗ്രഹം? കൂടെ എന്ത് പറഞ്ഞാലും അത് അപ്പോഴേ തന്നെ പറഞ്ഞ് സാധിച്ചിട്ടാവുണ്ടല്ലോ. എന്നാ വാ, ഞാൻ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും കൂടി ഇരുന്ന് സ്വാർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ആ പഴയ കഥയൊന്ന് കേൾക്കട്ടെ. ഞാൻ വാ, നമുക്ക് ഇരിക്കാം. ഞാൻ മനസ്സിലായ എന്നായാലും യോഗത്തിന്റെയും കഥ ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, നീ കേട്ടില്ലേ? അയ്യോ അമ്മച്ചി, ഞാൻ അന്ന് ഫോൺ നോക്കി ഇരിക്കുവായിരുന്നു, കേട്ടില്ല. ആണോ? എന്നാ ഇനി ഒന്നോട് പറയാം. ഓക്കെ. ജോയലു, കഥ കേട്ടോണ്ടിരുന്ന ഗ്രാൻഡ് പേരൻസിനുള്ള സമ്മാനം കൊടുക്കാൻ വിട്ടുപോയോ? അപ്പച്ച വളരെ സന്തോഷമുണ്ട്. കുട്ടിന്റെ സ്നേഹത്തിന് പിന്നിൽ ഇതൊന്നുമല്ല, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തെ ഒറ്റപ്പെടൽ. അമ്മച്ചി അടുത്ത കഥ കണ്ടുപിടിച്ചു കേട്ടോ, ഞാൻ ഇനിയും വരും. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തിൽ, വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഒട്ടേറെ വൃദ്ധജനങ്ങളുണ്ട്. ഈ ദിനത്തിൽ മാത്രമല്ല, സാധിക്കുന്നിടത്തോളം നമ്മുടെ സ്നേഹ സാമീപ്യം അവർക്ക് നൽകാം. ആ ഒരു നല്ല തീരുമാനമാകട്ടെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഡേ സ്നേഹ സമ്മാനം.